കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം. ശ്ലോകം 9. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമഃ. അർത്ഥം നോക്കാം. പച്ചക്കിളി പവിഴ പാൽവർണ്ണ ഒത്ത നിറം എന്നല്ലേ. അതായത് തമോ ഗുണത്തെ കുറിക്കണ പച്ചക്കിളിയുടെ പച്ച നിറം. ഞാൻ ആദ്യം ആ അർത്ഥം മാത്രം പറഞ്ഞു പോവാണ് ആ വാക്കിൻ്റെ കേട്ടോ. ആ തമോ ഗുണത്തിനെ കുറിക്കണ പച്ചക്കിളിയുടെ പച്ച. പിന്നെയോ രജോ ഗുണത്തെ കുറിക്കുന്ന പവിഴത്തിൻ്റെ ചുവപ്പ്, സത്വഗുണത്തെ കുറിക്കുന്ന പാലിൻ്റെ വെളുപ്പ്. ഇത് മൂന്നും ഒത്ത നിറം. ഈ മൂന്ന് നിറങ്ങൾ ഒരുമിച്ച് എന്നാവാം ഒരർത്ഥം. ഈ ഒത്ത നിറം നിറത്തിന് രണ്ടർത്ഥം ഞാൻ വായിച്ചു. ഒരർത്ഥം എന്താ വെച്ചാൽ ഇവ മൂന്നും സമമായിട്ടിരിക്കണമെന്ന്. അതായത് സത്വ രജസ് തമോ ഗുണങ്ങൾ സമമായിട്ടുള്ള അവസ്ഥയിലാണല്ലോ സൃഷ്ടിച്ച് ഈ സംഹാരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. അതായത് പ്രളയം കഴിഞ്ഞിട്ട് കുറേ ഒരു രാത്രി, ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി മുഴുവനെ കഴിയണമല്ലോ പിന്നെ. അപ്പോൾ ആ സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ച് പിന്നെ എല്ലാ ഗുണങ്ങളിലും ഒരേ ഒപ്പാവും, സമം ആവും, ഈക്വലിബ്രിയത്തിലാവും. അപ്പോൾ സൃഷ്ടിയൊന്നും നടക്കില്ല. അങ്ങനെ ആവാം എന്താ ഒത്ത നിറം എന്നുള്ളതിനർത്ഥം. അല്ലെങ്കിൽ ഈ ബ്രഹ്മാവിൻ്റെ ആയുസ്സും കഴിഞ്ഞിട്ട് പ്രപഞ്ച പ്രവർത്തനാതീതമായ അവസ്ഥ എന്നും ആവാം. ഏതായാലും അത് പോട്ടെ. അപ്പോൾ ഈ മൂന്നിൻ്റെയും നമുക്ക് ബാലകൃഷ്ണൻ നായർ സാർ എടുത്തിരിക്കുന്നത് ഈ മൂന്നനുസരിച്ച് മൂന്ന് നിറങ്ങൾ ഒരുമിച്ചെന്നാണ്. അതെടുക്കാം. ഇച്ഛിപ്പവർക്ക്, അതായത് ഈ മൂന്ന് നിറങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷഡാധാരങ്ങൾ കടന്ന്, അതായത് 6 ചക്രങ്ങളുണ്ട് നമ്മുടെ ദേഹത്തിലെന്നാണ് യോഗ പതഞ്ജലി സൂത്രപ്രകാരം. ആ 6 ചക്രങ്ങൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ചക്രങ്ങളൊക്കെ കടന്ന് അതിനും മുകളിലേക്ക് ഉപരി അവസാനത്തെ ചക്രമായിട്ടുള്ള ആജ്ഞാചക്രത്തിൻ്റെയും മുകളിലുള്ള ഏത് ബ്രഹ്മരന്ധ്രത്തിൽ കൂടി സഹസ്രാര പത്മത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് പിന്നെ ഈ ആജ്ഞാചക്രം എന്ന് പറയുന്നത് ഈ 2 എന്താണ് പിരികത്തിൻ്റെ ഇടയ്ക്കാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആ നെറുകിൻ്റെ ഏറ്റവും നടുക്കുണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തൊട്ടാൽ സോഫ്റ്റായിരിക്കണം ആ ഭാഗം, അവിടം വരെയുള്ള സ്ഥലത്തിനെയാണ് അത്രേ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പം അത് കൂടെ പോയിട്ട് സഹസ്രാര പത്മത്തിൽ, അതായത് പ്രാണശക്തി, അത് കൂടെ പോയിട്ട് സഹസ്രാര പത്മം, അതാണ് ഈ ആത്മൈക്യത്തിൻ്റെ സ്ഥലം. അവിടേക്ക് കടക്കുമ്പോൾ, അതായത് ബ്രഹ്മരന്ധ്രം വഴി ആജ്ഞാചക്രം കഴിഞ്ഞ് ബ്രഹ്മരന്ധ്രം വഴി സഹസ്രാര പത്മത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി പ്രളയ സൃഷ്ടിക്ക് വിശ്വത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് വേണ്ടി. അപ്പം അവിടെ എത്തിയാൽ മനസ്സിലാവും. എന്താ മനസ്സിലാവുക? സൃഷ്ടി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരി തന്നെ, ഭഗവാൻ തന്നെ സത്വരജസ്തമോ ഭേദരൂപ, സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുവായിട്ടും, അങ്ങനെയല്ല പറയാം, രജോ ഗുണം സ്വീകരിച്ച് സൃഷ്ടിയുടെ ആള് ബ്രഹ്മാവായിട്ടും, സത്വഗുണം സ്വീകരിച്ച് സ്ഥിതി പരിപാലകനായിട്ടുള്ള വിഷ്ണുവായിട്ടും, തമോ ഗുണം സ്വീകരിച്ച് സംഹാരരുദ്രനായും വിളങ്ങുന്നത് ആ ഹരി തന്നെയാണ് എന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ആ സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാത്മൈക്യം സംഭവിക്കുമ്പോൾ ആ ഒരേ ഒരു ഹരിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാവും. ആ ഒരേ ഒരു ഹരിയാണ് 3 രൂപത്തിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി ചെയ്യുന്ന ഒരേ ഒരു ഹരിയെ കാണും. എവിടെ എത്തിയാൽ? സഹസ്രാര പത്മത്തിലെത്തിയാൽ. അപ്പോൾ നമുക്ക്
കുറച്ചങ്ങനെ വിസ്തരിക്കുകയാണെങ്കിൽ, അതായത് പച്ച, ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളോട് കൂടിയിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ, ബ്രഹ്മത്തിൻ്റെ തന്നെ ശക്തിയാണല്ലോ അവർ. ബ്രഹ്മം തന്നെ മായയുടെ ഉള്ളിൽ വന്ന് ഒരു ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായിട്ടും വരികയാണല്ലോ, അവതരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെയും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ഈ നിറങ്ങളോട് കൂടിയ, അതായത് ഈ ഗുണങ്ങളോട് കൂടിയ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ കാണാൻ ആഗ്രഹമുള്ളവർ അവരുടെയും ദ്രഷ്ടാവ്, അവരെയും കാണുന്ന, ഈ 3 പേരെയും കാണുന്ന എല്ലാ ആധാരചക്രങ്ങൾക്കും മുകളിലായി ബ്രഹ്മശക്തി ഐക്യം സംഭവിക്കുന്ന സഹസ്രാര പത്മത്തിൽ എത്തണം എന്ന് പറയുകയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരൊക്കെ ആ പരബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്, ഗുണം സ്വീകരിച്ച രൂപങ്ങളാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഏറ്റവും മുകളിലുള്ള ചക്രമായിട്ടുള്ള ആജ്ഞാചക്രത്തിൻ്റെയും മുകളിലുള്ള സഹസ്രാപത്മ, അതിന് ബ്രഹ്മചൈത്യൈക്യം സംഭവിക്കണം. ബ്രഹ്മാത്മ ഐക്യം അല്ലെങ്കിൽ ശിവചൈത്യൈക്യം സംഭവിക്കുന്ന ആ സഹസ്രാപത്മത്തിൽ എത്തിയാലേ ഇത് മനസ്സിലാവുള്ളൂ. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായി ഒക്കെ വിളങ്ങണത് ആ അഖണ്ഡബോധസ്വരൂപം അഥവാ ബ്രഹ്മം തന്നെ ആണെന്ന് അറിഞ്ഞ അനുഭവമാകും സഹസ്രാരപത്മത്തിലെത്തിയാൽ. അതായത് ഈ ഗുണങ്ങൾക്കൊക്കെ അതീതാണ് ബ്രഹ്മം, അല്ലേ? ഗുണങ്ങളൊക്കെ കഴിഞ്ഞു പോയാലാണ്, എല്ലാ ഗുണങ്ങളിൽ നിന്നും അതീതാണ്, അനാദിയാണ്, ആദ്യാന്തം ഒന്നുമില്ല. ഈ കുണ്ടലിനി യോഗത്തിലത്തെ തത്വങ്ങൾ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ നമുക്ക് ഈ ശിവശക്തി ഐക്യം അല്ലെങ്കിൽ ബ്രഹ്മാത്മൈക്യത്തിലെത്താമെന്ന് കുണ്ടലിനി യോഗത്തിൽ, രാജയോഗത്തിലൊക്കെ ഉണ്ട്. ഓരോ ഉപാസകൻ്റെയും ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർ സത്വഗുണപ്രധാനികളാവും, ചില ഉപാസകന്മാർ, ചിലർ രജോ ഗുണപ്രധാനികളാവും, ചിലർ തമോ ഗുണപ്രധാനികളാവും. അപ്പോൾ പിന്നെന്താണ്, ഈ ഭക്തിമാർഗത്തിൽ കൂടി അല്ലാതെ ഈ യോഗമാർഗങ്ങൾ ഉപയോഗിക്കുന്നവരാണ് യോഗമാർഗങ്ങളിൽ കൂടി ബ്രഹ്മാത്മൈക്യത്തിന് ശ്രമിക്കുന്നവരോടാണ് ശരിക്കും പറയാച്ചാൽ ഈ പച്ചക്കിളി, പവിഴ, പാൽവർണം ഒക്കെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അതിനെത്തണമെന്ന് പറയണത് ശരിക്കും. അല്ലാണ്ട് ഭക്തിമാർഗത്തിൽ അങ്ങനെയല്ലാന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഭക്തിമാർഗത്തിൽ കൂടി അല്ലാതെ പല യോഗമാർഗങ്ങളുണ്ട്. അതിലെല്ലാം ഈ കുണ്ടലിനി ശക്തിയെപ്പറ്റി പറയുന്നുണ്ട്. ഗുണങ്ങൾ സ്വീകരിച്ച് ദേഹം എടുക്കണ എല്ലാവരുടെയും, നമ്മുടെയൊക്കെ എല്ലാവരുടെയും, ഇൻക്ലൂഡിങ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാക്ഷി അല്ലെങ്കിൽ ദ്രഷ്ടാവാണ് പരബ്രഹ്മം. എല്ലാറ്റിലും ഈ ചൈതന്യം കാണുകയും ചെയ്യാം. ആ എല്ലാ ശരീരങ്ങൾക്കും കാരണം ആ പരമചൈതന്യമാണ്. ആ ചൈതന്യം ഇല്ലെങ്കിൽ നമ്മളെ ശരീരം ജഡം, അല്ലേ? ആ നിമിഷം. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഈ കാണുന്ന ജഗത്തും നമ്മുടെ ഈ ഒരു ശരീരവും, അതായത് പിണ്ടാണ്ടം എന്ന് പറയും ശരീരത്തിന്, ഈ പിണ്ടാണ്ടവും ഈ ബ്രഹ്മാണ്ടം മുഴുവനും ശരിക്ക് മായയുടെ ആവരണത്തിൻ്റെ ഉള്ളിലാണ്. അതിനെ ആ പരബ്രഹ്മം ചൈതന്യവത്താക്കുന്നില്ലെങ്കിൽ നമ്മളെന്ന പോലെ ജഗത്തും ജഡമാണ്. അതാദ്യം പറയാം. ഇനി നമുക്ക് ഈ നാഡികളെ ഒക്കെ പറഞ്ഞാലേ നമുക്ക് എങ്ങനെയാണ് കുണ്ടലിനി ശക്തിയെ എല്ലാ ചക്രത്തിൽ കൂടെ പോവാന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. അതോ നാഡികളിൽ ഏറ്റവും പ്രധാനം ഏതാണ്? സുഷുമ്നയാണ്. സുഷുമ്ന നാഡി പിന്നെ നട്ടലിൻ്റെ നടുക്ക് ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടത്തും വലത്തുമാണ് പിന്നെയും കുറച്ചും കൂടി നമ്മളൊക്കെ കേട്ട ഇടയും പിങ്കളയും. ഈ സുഷുമ്ന നാഡിയിലാണത്രേ ഈ ചിച്ചക്തി സെൻറ്റേർഡാണത്രേ അത്. ഈ
ആ സുഷുമ്നാ നാഡി എങ്ങനെയാ വെച്ചാൽ നട്ടെല്ലിൻ്റെ താഴത്ത് തൊട്ട് മുകളിൽ വരെ പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും വേറെ നാഡികൾ വെച്ചിട്ട്. അപ്പോൾ ഈ ചിച്ഛക്തി എന്താ പറഞ്ഞില്ലേ, അതിലാണ് സെൻറ്റേഡ് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ചിച്ഛക്തിയെ ഭൂമിയുടെ ആകർഷണ ശക്തി കാരണം അത് ആ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്ത്, അത് ഏറ്റവും താഴെ വരണത് ബിറ്റ്വീൻ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ആൻഡ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണത്രേ. അതായത് നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തെന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തുള്ള ചക്രത്തിനെയാണ് നമ്മൾ മൂലാധാര ചക്രം എന്ന് പറയുന്നത്. അത് നമ്മുടെ എക്സ്ക്രീറ്ററി വിസർജനേന്ദ്രിയത്തിൻ്റെയും ഉൽപ്പാദനേന്ദ്രിയം എന്നൊക്കെ മലയാളത്തിൽ എക്സ്ക്രീറ്ററി ഓർഗൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെയും നടുക്കാണത്രേ വരിക, ഏറ്റവും താഴെ. അവിടെ അത് പ്രകാശമാനമായിട്ട് ചിച്ഛക്തിയല്ലേ, അതൊരു പാമ്പിൻ്റെ ആകൃതിയിൽ കിടക്കണമെന്നൊക്കെയാണ് പറയുക, കുണ്ടലിനി ശക്തി. ഇതിനെയാണ് നമ്മൾ മൂലാധാര ചക്രം എന്ന് പറയുന്നത്. ശരീരത്തിലെ എല്ലാം അറിയണ ഒരു ശക്തിയാണത്. ഇത് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അതിനെ ഉണർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മായാവലയത്തിലിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അതിനെ ഉണർത്തി ഉയർത്തി കൊടുന്ന സഹസ്രാരപത്മത്തിലെത്തുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവണേ. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ മായയിൽ തന്നെ പെട്ട് ഉഴലുകയാണ്. അപ്പോൾ ഈ രാജയോഗം, പല യോഗങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ രാജയോഗം പതഞ്ജലിയുടെയൊക്കെ യോഗങ്ങൾ ഉപയോഗിച്ച് ഈ ചിച്ഛക്തിയെ സുഷുമ്ന നാഡി വഴി ഉയർത്തി 6 ആധാര ചക്രങ്ങളും കടന്ന് സഹസ്രാരത്തിലെത്തുമ്പോഴാണ് ബ്രഹ്മാത്മൈക്യം സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ബ്രഹ്മാത്മൈക്യം സംഭവിച്ചാൽ പിന്നെ ശരീരമായിട്ട് ബന്ധം ലയിച്ച് ആ ജീവാത്മാവ് ഹരി തന്നെയായി മാറും, ഭഗവാൻ തന്നെയായി മാറും. അപ്പോൾ അഥവാ ഇനി അങ്ങനെ ജ്ഞാനിയായിട്ടും പ്രാരബ്ധകർമ്മം അനുഭവിക്കൽ കഴിഞ്ഞിട്ടില്ലാച്ചാൽ പിന്നെയും ഇതുപോലെ വരും. പക്ഷേ ഒരിക്കൽ അനുഭവിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവാൻ ഈ പ്രാരബ്ധം കഴിയണവരെ ഈ ശരീരത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. ശരീരം അങ്ങോട്ട് വീണാൽ അപ്പം പിന്നെ മോക്ഷം കിട്ടും. അതായത് ശരീരം വീണവരെ, പ്രാരബ്ധം കഴിയണവരെ അവിടേക്ക് പോയി ശക്തി വെച്ചാലും തിരിച്ചു വരും എന്നാണ് പറയണത്. അത് പോട്ടെ. ഇനി അതായത് ഈ ചിച്ഛക്തിയെ പരമാത്മാവിൽ ലയിപ്പിക്കണതാണ് ശരിക്ക് ബ്രഹ്മ ഐക്യം. അതെനിക്ക് നൽകണേ നാരായണായ നമഃ. ഓക്കെ, ഇനി നമുക്ക് ഈ ഭക്തന്മാർക്ക് ഇപ്പോൾ പറയണ ഇത് കാണാൻ ഇച്ഛിപ്പവർക്ക് ഷഡാധാരം കടന്നു പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ സാത്വിക ഭക്തന്മാർക്ക് സാത്വിക ഭക്തന്മാരോട് പറയേണ്ടതല്ല എന്ന് ആര് പറയുന്നുണ്ട്? ബാലകൃഷ്ണൻ നായർ സാറ് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സത്വഗുണസ്വരൂപനായ വിഷ്ണുവിലുള്ള ആ സാത്വിക ഭക്തി വളർന്ന്, അതായത് സത്വഗുണപ്രധാനികൾക്ക് പൂർണ്ണ സത്വഗുണസ്വരൂപനായ വിഷ്ണുവിലാവത്രേ ഭക്തി. അപ്പോൾ രജോഗുണപ്രധാനികളാണെങ്കിൽ മറ്റ് ദേവന്മാരെ ഭജിക്കും, തമോ ഗുണപ്രധാനികളാണെങ്കിൽ തമോ ഗുണമുള്ള ദേവന്മാരെ ഭജിക്കും. അതരുതാവുന്നില്ല. പക്ഷേ സത്വഗുണസ്വരൂപനായ വിഷ്ണുവിലുള്ള ഉണ്ടാവണ ഭക്തിയെ നമ്മൾ സാത്വിക ഭക്തി എന്ന് പറയുന്ന ആ ഭക്തി വളർന്ന് ഈ ഭക്തനും ഉപാസകനും കുറച്ച് കഴിയുമ്പോൾ സത്വഗുണപ്രധാനിയാവും. അങ്ങനെ സത്വഗുണം, ബാക്കി 2 ഗുണങ്ങളും നിശേഷം ഇല്ലാതെ ആയാൽ ആ സത്വഗുണത്തിന് നിറം പാൽ നിറാണെന്ന് പറഞ്ഞുവല്ലോ, ആ വെളുത്ത പ്രകാശം കൊണ്ട് ശരിക്കും ആ സത്വഗുണത്തിനെ ഉപേക്ഷിച്ച് നിർഗുണ ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയണത്. അതായത് സാത്വിക ഭക്തന് ഈ മറ്റേ രാജയോഗത്തിൽ കൂടെയൊക്കെ ഉള്ള ഈ കുണ്ടലിനി ശക്തി ഉയർത്താൻ അനുഭവമാവില്ല എന്നാണ് പറയുന്നത്. ആവശ്യമില്ല. കാരണം നേരെ ഈ സാത്വിക ഭക്തൻ നേരെ പിന്നെ സഹസ്രാരപത്മത്തിലേക്ക് എത്തുക ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഈ ഓരോ ചക്രങ്ങൾ, മൂലാധാരം,
ഈ നമ്മൾ പറഞ്ഞില്ലേ ആ ചതകം മൂലാധാരം സ്വാധിഷ്ഠാനം ഈ പിന്നെ എന്താണ് ആദ്യത്തെ പറഞ്ഞു മൂലാധാരം റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെയും പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ ഇടയ്ക്കേ പറഞ്ഞു. അതിൻ്റെ കുറച്ച് മീതായിട്ടാണ് സ്വാധിഷ്ഠാനം. പിന്നെ മണിപൂരകം പൊക്കിളിൻ്റെ അവിടെ, അനാഹതം ഹാർട്ടിൻ്റെ അവിടെ, ഹൃദയത്തിൻ്റെ അവിടെ, വിശുദ്ധി കണ്ഠം കഴുത്തിൻ്റെ അവിടെ, ആജ്ഞ അവസാനം 6ാമത്തെ ചക്രം ഈ 2 പിരികത്തിൻ്റെ ഇടയ്ക്കെന്നൊക്കെ പറഞ്ഞില്ലേ, അത് കൂടെയൊക്കെ പോയിട്ട് സഹസ്രാരപത്മത്തിൽ എത്തുമ്പോൾ ഈ പച്ചക്കിളി പവിഴ പാൽനിറമൊക്കെ കാണാമെന്ന് പറഞ്ഞുവല്ലോ. അത് ശരിക്കും ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയണതൊക്കെ സത്വഗുണ ഭക്തന്മാർക്ക്. എന്താ വെച്ചാൽ സാത്വിക ഭക്തന്മാർ ഈ അപ്പോൾ സാത്വിക ഭക്തന്മാർ സത്വഗുണപ്രധാനിയായി തീരും തന്നെ. എന്നിട്ട് പിന്നെ ആ വെളുത്ത പ്രകാശം കൊണ്ട് തന്നെ സഹസ്രാര പത്മത്തിലെ ആത്മസാക്ഷാത്കാരം സത്വഗുണത്തിനെയും ഉപേക്ഷിച്ച് നിർഗുണ ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ അവർക്ക് സാധിക്കും. അതായത് സാത്വിക ഭക്തിയിൽ പച്ചക്കിളി പവിഴപ്പാൽ നിറങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവണില്ല. നേരെ ആത്മസാക്ഷാത്കാരം തന്നെയാണ് സാത്വിക ഭക്തിയുടെ ഫലം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും സാത്വിക ഭക്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രജോ ഗുണപ്രധാനന്മാർക്കും തമോ ഗുണപ്രധാനന്മാർക്കും ഒക്കെ ഈ യോഗ കൊണ്ട് കുണ്ടലിനി ഉയർത്തേണ്ടി വരും. അവർക്കാണ് ഈ പച്ചക്കിളിന്ന് എഴുത്തച്ഛൻ പറഞ്ഞതേ. അപ്പോൾ അവസാനത്തെ ഈ ഇങ്ങനെ ഓരോ ചക്രമായിട്ട് കൊണ്ടുവന്നിട്ടേ, അതായത് എന്താ അറിയോ, സത്വഗുണം കൂടുമ്പോൾ ഈ കുണ്ടലിനി പ്രാണശക്തി എന്ന് പറഞ്ഞില്ലേ മൂലാധാരത്തിലുള്ളത്, അതിൻ്റെ ഇടയ്ക്കുള്ള ആധാരചക്രങ്ങൾ കൂടെ ഒന്നും സമയമെടുക്കില്ല. അവിടെ ഒന്നും സമയമെടുത്തിട്ട് പതുക്കെ അല്ല പോവുക. ഈ സാത്വിക ഭക്തിയുള്ള ആള് സത്വഗുണപ്രധാനിയായി തീർന്നിട്ട് വെളുത്ത പ്രകാശം കൊണ്ട് പ്രകാശിച്ചിട്ട് ഈ ഇടയ്ക്കുള്ള ആധാരചക്രങ്ങളിലൊന്നും നിൽക്കാതെ ഈവൻ ആജ്ഞാചക്രം പിരികത്തിൻ്റെ അടുത്ത് അവിടെ കൂടെ വേഗം എത്തും. എന്നിട്ട് പിന്നെ എന്തു ചെയ്യും? അപ്പം ഈ ബാക്കിയുള്ള യോഗത്തിൽ കൂടെ പോണ ആൾക്കാരുടെ അനുഭവങ്ങളൊന്നും വിവിധ വർണ്ണാനുഭവമൊന്നും ഉണ്ടാവില്ല. ഇവർ നേരെ വിഷ്ണുവായിട്ട് സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം കിട്ടും. അപ്പോൾ സാത്വിക ഭക്തിയുടെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ശരിക്ക് ബ്രഹ്മാത്മൈക്യം തന്നെയാണ് കേട്ടോ. പക്ഷെ എല്ലാവരും അങ്ങനെ ആവില്ല. അപ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ടാച്ചാൽ ഓരോ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഓരോ ചക്രത്തിലും കൂടിയും പോയി ആജ്ഞാചക്രത്തിലെത്തി അവിടുന്ന് പിന്നെ ഈ സുഷുമ്ന നാഡിയിൽ ഏറ്റവും അവസാനമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയും. സഹസ്രാര പത്മത്തിലേക്ക് ഈ 2 പിരികത്തിൻ്റെ ഇടയ്ക്കുന്ന സഹസ്രാര പത്മത്തേക്കുള്ള ദൂരം ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ഈ കുണ്ടലിനി ശക്തിയെ കയറ്റി സഹസ്രാരത്തിലെത്തണം. അങ്ങനെയാണ് അതൊക്കെ യോഗികൾക്ക്. അപ്പോൾ അവർക്ക് ഈ ഓരോ ആധാരചക്രത്തിലെത്തുമ്പോഴുള്ള വർണ്ണശബളമായിട്ടുള്ള കാഴ്ചയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. അല്ലാത്തവർക്കില്ലയാണ്. അപ്പോൾ ഈ ഈ അതായത് ഇങ്ങനെ അവരിങ്ങനെ ഈ കുണ്ടലിനി ഉയർത്തി കൊണ്ടുവരുമ്പോൾ അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. അപ്പം അതിങ്ങനെ സുഷുമ്നെ കൂടെ അങ്ങനെ പോയി പക്ഷേ ഇടയും പിങ്കളെയൊക്കെ സഹായിക്കണ്ട. എന്തായാലും അതുകൂടെയൊക്കെ പോയി ആ 6 വിശ്രമസ്ഥാനങ്ങളിൽ കൂടിയും പോയിട്ട് ഈ കുണ്ടലിനി ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി സഹസ്രാര പത്മത്തിലെത്തിയാൽ ശിവശക്തി ഐക്യായി. അപ്പം ശിവശക്തി ഐക്യായി. അപ്പോൾ ഈ നമ്മൾ പറയുക ഓരോ ആധാരചക്രങ്ങളിലും ഒരു താമര ഉണ്ടെന്നൊക്കെ പറയുക. അത് ഇപ്പോൾ ആദ്യം പിന്നെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് പിന്നെ സ്വാധിഷ്ഠാനത്തിൽ എത്തുമ്പോൾ ആ താമര വിരിയും. അവിടെ നിന്നിട്ട് പതുക്കെ കുറേ പിന്നെ അവിടുന്ന് അടുത്തേക്ക് പോകാൻ കുറച്ച് സമയം വേണം. ഈ യോഗം അഭ്യസിച്ചിട്ട് വേണേ ചിത്തവൃത്തിയൊക്കെ എല്ലാ ചിത്തവൃത്തികളെ നിരോധിച്ചിട്ടൊക്കെ വേണം. അത് കഴിഞ്ഞ് മണിപൂര ചക്രത്തിൽ എത്തുമ്പോഴേക്ക് അവിടുത്തെ താമര വിരിയും. വേറെ അനുഭവം. അപ്പം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ടുവേർഡ്സ് ബ്രഹ്മാത്മൈക്യം. പക്ഷേ സ്റ്റെപ്പായിട്ടാണ്. അത് കഴിഞ്ഞ് അനാഹത ചക്രത്തിലെത്തുമ്പോൾ അവിടുത്തെ പൂ വിരിയും. വിശുദ്ധി ചക്രത്തിൽ
അത് കഴിഞ്ഞ് ആജ്ഞാചക്രത്തിലെത്തിയാലും പോരാ. അതാണ് പിന്നെ പറഞ്ഞത്, ഉപരി പറഞ്ഞത്. അതിനും മീതെ ആണ് സഹസ്രാര പത്മം. അവിടെ എത്തണം. അപ്പോൾ അതാണ് ഈ ഓരോ ഈ എന്താ വെച്ചാൽ കുണ്ടലിനി ഇങ്ങനെ ഉയർന്നു വരുന്നതോടെ ഇട, പിങ്കള, സുഷുമ്ന മുതലായ ആ നാഡികളിലും ആധാരചക്രങ്ങളിലൊക്കെ പല പല പിന്നെ എന്താണ് വർണ്ണങ്ങൾ, അതായത് കളറുള്ളതായിട്ട് അനുഭവപ്പെടുത്തേ. ഈ നിറവ്യത്യാസങ്ങൾ ഇപ്പോൾ പച്ച ഇത് പറഞ്ഞു പോലെ ചിലർ പിന്നെ നീല എന്ന് പറയുന്നുണ്ട് അത്രേ തമോ ഗുണത്തിന്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പോട്ടെ. പക്ഷേ ഈ പലതരം വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് ഇങ്ങനത്തെ പിന്നെ 3 ഗുണങ്ങളെ കാണിക്കുന്ന വർണ്ണങ്ങളൊക്കെ അവർക്ക് അനുഭവമാവും. അപ്പോൾ അതും എത്ര വേഗം അനുഭവമാവും, ഏത് കളറൊക്കെയാണ് അധികം പിന്നെ എന്താണ് പ്രധാനമായിട്ട് കാണുക എന്നുള്ളതൊക്കെ ഓരോരുത്തർക്കും എത്ര രജോ ഗുണമുണ്ട്, എത്ര തമോ ഗുണമുണ്ട്, എത്ര സത്വ ഗുണമുണ്ട് അനുസരിച്ചിട്ടൊക്കെയാണ് അത്രേ. എന്തായാലും അത് ഈ യോഗ മാർഗത്തിൽ കൂടെ മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. സാത്വിക ഭക്തന് അങ്ങനെ ഇല്ല എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ വർണ്ണം അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ ഈ ക്രമേണ ഇത് ഉയർത്തി ഉയർത്തി എല്ലാ ആജ്ഞാചക്രം കൂടിയും കഴിഞ്ഞ് അവർ ഈ ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ അവരും സഹസ്രാര പത്മത്തിൽ എത്തും. സാത്വിക ഭക്തൻ എത്തണ പോലെ ഇല്ല എന്നല്ല. ഈ എന്താണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും സഹസ്രാര പത്മത്തിൽ എത്തിയാൽ എല്ലാവർക്കും ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ തന്നെ പിന്നെ എന്താണ് കംപ്ലീറ്റ്ലി സാത്വികവും എല്ലാവരും ഈ യോഗികളുമൊക്കെ. അത് കഴിഞ്ഞ് പക്ഷെ ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ അങ്ങടെ എത്തണം എന്നാണ്. അതുകൊണ്ടാണ് ആജ്ഞാചക്രത്തിൻ്റെയും ഉപരി ഈ ഷഡാധാരങ്ങൾക്കും ഉപരിയായിട്ട് പോകണം എന്ന് പറഞ്ഞ. ആജ്ഞാചക്രത്തിലും നമുക്ക് ആ ആത്മസാക്ഷാത്കാരം പൂർണ്ണമാവണില്ല. അതായത് മായയുടെ സത്വഗുണം അപ്പോഴും കുറച്ചുണ്ട്. ആ സത്വഗുണത്തിനും വെടിയണേ. അതാണ് ആജ്ഞാചക്രത്തിന് മുകളിൽ നമ്മുടെ ശിരസിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രാര ചക്രം. അതിനിടയ്ക്കുള്ള ഇതാണ് ബ്രഹ്മരന്ധ്രം. അപ്പോൾ ബ്രഹ്മരന്ധ്രം വഴിയാണ് ഈ യോഗികളുടെ ഈ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിൽ എത്തണത്. അപ്പോൾ ഈ എപ്പോഴാണ് ആജ്ഞാചക്രം വിട്ടിട്ട്, അതായത് പിന്നെ സത്വഗുണം കൂടിയും ത്യജിച്ചിട്ട് എപ്പോഴാണ് സഹസ്രാരത്തിലേക്ക് പോണ ആ നിമിഷം പ്രാണൻ ആ സ്പന്ദനം നിൽക്കും. പ്രാണൻ്റെ സ്പന്ദനം നിൽക്കും. അത് അവിടെ മനസ്സ് നമ്മുടെ അപ്പോൾ എപ്പോഴാണ് ഈ ആജ്ഞാചക്രത്തിന് അവസാനത്തെ ഗുണമായിട്ടുള്ള സത്വഗുണം കൂടിയും വെടിഞ്ഞിട്ട് സഹസ്രാരത്തിൽ എത്തണ അവിടെ നമ്മൾ എന്താ പറയുക, മനസ്സ് പൂർണ്ണമായിട്ടും അടങ്ങി നമുക്ക് ഈ ഒബ്ലീവിയസ് ആവും. 4 പുറമുള്ളതൊക്കെ ഒന്നും അറിയാണ്ടാവും. കാരണം മനസ്സടങ്ങും, സുഷുപ്തിയിലത്തെ പോലെയാവും. അങ്ങനെ ഒരവസ്ഥ സുഷുപ്തിയിലല്ലാതെ ഉണ്ടാവണതാണ് ഏത് ശിവശക്തി ഐക്യം എന്നോ ജീവാത്മാ ബ്രഹ്മ ഐക്യം എന്നോ ഒക്കെ പറയണത്. അതായത് ഈ ശിവൻ്റെ ഉള്ളിൽ ശക്തി, ശിവൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള ആ ശക്തിയാണല്ലോ മനസ്സിനെയും ശരീരങ്ങളെയൊക്കെ ഉണ്ടാക്കണത്. ആ മനസ്സടങ്ങിയാൽ പിന്നെ ശിവനും ശക്തി ഒന്നായി. ഇതോടെ ഒന്നുമില്ലാണ്ടേ ആവില്ലേന്നല്ല, അങ്ങനെയല്ല, ശൂന്യതയല്ല. അതായത് ആ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ്, ഇല്ലാണ്ടേ ആവുകയല്ല, ഒന്നും ഇല്ലാണ്ടേ ആവണില്ല, ശൂന്യതയല്ല കേട്ടോ. ഈ ത്രിഗുണം 3ാമത്തെ ഗുണം കൂടി വിട്ടങ്ങോട്ട് പോയാൽ ജീവാത്മാവ് എന്ന് നമ്മൾ തെറ്റായി ധരിച്ചിരുന്ന ആത്മാവിൻ്റെ അംശം തന്നെ അതിൽ പോയി ലയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജ്ഞാനം സൂര്യനെ പോലെ തെളിഞ്ഞ് വരും. സൂര്യനെ പോലെയുള്ള ആ അദ്വൈത ബോധം തെളിയും. ഈ ശിവശൈത്യം തന്നെയാണ് ഈ യോഗമാർഗത്തിലൊക്കെ തുരീയ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ആ ഉപരി ഈ എല്ലാ ഷഡാധാരങ്ങൾക്കും ഉപരിയായിട്ട് സഹസ്രാര പത്മത്തിൽ എല്ലാ ഗുണങ്ങളെയും ത്യജിച്ച് അവസാനം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴാണ് എന്താ മനസ്സിലാവുക, ഈ
ഹരി അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം തന്നെയാണ് രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവും, സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുവും, തമോ ഗുണം സ്വീകരിച്ച് ശിവനും ആയി സംഹാരരുദ്ധനുമായിട്ട് നടിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഈ ഹരി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല, അതൊക്കെ വെറും ഒരു വേഷം കെട്ടൽ മാത്രമായിരുന്നു എന്ന് ആ ഇതിനെല്ലാം ഉപരി സഹസ്രാര പത്മത്തിലെത്തി ബ്രഹ്മാത്മൈക്യം ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എനിക്ക് മനസ്സിലായ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്താൻ വളരെയധികം തയ്യാറാണ് ഞാൻ. 9 വായിച്ച് നിർത്താം. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.